അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആന്തൂറിയം കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആന്തൂറിയത്തിൻ്റെ വീഡിയോ ഏതൊക്കെ കളറുണ്ടെന്ന് കാണിക്കുമോ എന്ന്. ഒട്ടുമിക്ക എല്ലാ കളറും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. അത് മിനിയേച്ചറും നമ്മുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ബാക്കിയെല്ലാം ഹൈബ്രിഡ് പ്ലാന്റുകളാണ്. നമ്മൾ ഒരു പ്ലാന്റായിട്ട് തരുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പ്ലാന്റ് ഉണ്ടാവുക. അതിൽ ഒരു ഫ്ലവർ ഉണ്ടാവും. ഇനി നമുക്ക് ആന്തൂര്യത്തിൻ്റെ കളറ് പരിചയപ്പെടാം. ഇത് ഓറഞ്ച് കളറാണ് വരുന്നത്. അതിന് യെല്ലോ ഫെഡക്സും വരുന്നുണ്ട്. നിറയെ പൂക്കൾ വരും. വലിയ ലീഫാണ്, വലിയ ചെടിയുമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇതാ ഗ്രീൻ വൈറ്റ് ചേർന്ന് ലൈറ്റ് പിങ്കും കൂടെ ഉള്ള ചെടിയാണ്. വലിയ ഫ്ലവറാണ് കേട്ടോ. ഇത് വലിയ ഫ്ലവറാണ്. അതിൻ്റെ ഫെഡക്സ് ക്രീം കളറുമാണ്. ലീഫുകൾ ഈ ഒരു ടൈപ്പ്. ഇത്ര ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെയുള്ളത് ഈ ഒരു പിങ്കാണ് കേട്ടോ. ഇത് ചെറിയ പൂക്കളല്ല, അത്യാവശ്യം വലിപ്പമുള്ള മറ്റതിനേക്കാളും കുറച്ചും കൂടെ ചെറുപ്പമായ വലിയ പ്ലാന്റുകളാണ്. ഇനി അടുത്തതും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫെഡക്സും ഫ്ലവറും ഒക്കെ ഒരേ കളറായിട്ടാണ് വരുന്നത്. ഇതുപോലെ ഹൈറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. ഇനിയുള്ളത് ഇതും വലിയ ഫ്ലവറുള്ള, കണ്ടില്ലേ, ലൈറ്റ് പിങ്ക്, നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഫ്ലവറിൻ്റെ രൂപം. പിന്നെ യെല്ലോ ഫെഡക്സും. ഇതാണ് അതിൻ്റെ ഒരു ചെടിയുടെ വലിപ്പം. പിന്നെയുള്ളത് യെല്ലോയാണ്. യെല്ലോ മിനിയേച്ചർ ആന്തൂറിയം, ചെറുതാണ്, നല്ല കളർഫുള്ളാണ്. പിന്നെയുള്ളത് ഈ ഒരു രൂപത്തിലുള്ള ഫ്ലവറാണ് കേട്ടോ. യെല്ലോയും വൈറ്റും കൂടെ ഫെഡക്സും ചേർന്ന ഒരു റെഡ്, നല്ലൊരു റെഡാണിത്. പിന്നെയുള്ളത് വയലറ്റ് ചെടിയാണ്. വയലറ്റും റൗണ്ട് ഫ്ലവറാണ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് തന്നെ 3 വെറൈറ്റി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ലീഫുകളാണിത്. വലിയ പ്ലാന്റാണ്. പിന്നെയുള്ള പിങ്ക്, ഇത് വളരെ ഡാർക്കായിട്ടുള്ള ഒരു പിങ്കാണ്. നല്ലൊരു ഷേപ്പാണ് ഇതിൻ്റെ ലീഫിനും അതുപോലെ തന്നെ ഫ്ലവറിനും വരുന്നത്. നിറയെ പൂക്കളും വരുന്നുണ്ട്. ഇതും വലിയ ചെടിയാണ്. അടുത്തത് ഈ ഒരു ചെടിയാണ് കേട്ടോ. കണ്ടില്ലേ, ക്രീം കളർ ഫ്ലവർ. ഇതിൽ 2 കളർ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ്. ഒന്ന് ഇതുപോലെ ക്രീമും ഗ്രീനും യെല്ലോ ഫെഡക്സും ആയിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് ഗ്രീന് മാത്രമായിട്ടും വരുന്നുണ്ട്. ഇത് നല്ലൊരു ബുഷിയായിട്ടുള്ള ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിലേതെങ്കിലും ഫ്ലവറുള്ള ചെടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് റെഡാണ് കേട്ടോ. കണ്ടില്ലേ, വലിയ ചെടിയും വലിയ പൂവും വലിയ ഫെഡക്സൊക്കെയാണ് വരുന്നത്. ഇനി കാണുന്നത് വൈറ്റാണ്. വൈറ്റും യെല്ലോ ഫെഡക്സും. ഇതും വലിയ ചെടിയാണ്, വലിയ പോട്ടിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു വെറൈറ്റി ആന്തൂറിയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഇതിന് വലിയ ഫ്ലവറൊന്നും വരില്ല. ഇനി അടുത്തത് കണ്ടില്ലേ, ഈ ഒരു റെഡാണ്. യെല്ലോ അറ്റഭാഗത്ത് ഫെഡക്സ് ആയിട്ട് വരുന്ന ചെടി. പിന്നെ ഉള്ളത് ഈ റൗണ്ട് ലീഫുള്ള പിങ്കും അതിൽ തന്നെ ലൈറ്റ് പിങ്കും കൂടെ വരുന്ന ചെടിയാണ്. അടുത്തതായിട്ട് നമ്മുടെ ചോക്ലേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നല്ല വലുപ്പമുള്ള ഫ്ലവറും വലിയ ചെടിയുമാണ്. ചെറിയ മിനിയേച്ചർ പ്ലാന്റ് അല്ല, അത്യാവശ്യം ഹൈറ്റും നിറയെ പൂക്കളുള്ള ചെടിയാണ്. ഇനി നല്ലൊരു ക്യൂട്ടായ ചെടിയാണ്. കണ്ടില്ലേ, ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ ചേർന്ന് ഫെഡക്സ് നല്ല ഡാർക്ക് പിങ്ക്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ കണ്ടില്ലേ, ഒരു വ്യത്യസ്തം. ഇനിയുള്ള പ്ലാന്റിന് നമ്മുടെ കയ്യിൽ തൈകളുള്ളൂ, ഫ്ലവറുള്ള പ്ലാന്റ് ഇല്ല. ബാക്കി എല്ലാ പ്ലാന്റുകളും ഫ്ലവറോട് കൂടിയാണ് നമ്മൾ അയക്കുക. ഈ ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായത് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ ഇന്ന പ്ലാന്റ് ആണെന്ന് വാട്സപ്പിൽ പറഞ്ഞുതരാം. നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള കളറാണ്. ഇതും ഫ്ലവറോട് കൂടിയതുണ്ട്. അതുപോലെ തന്നെ പിങ്കും ക്രീമും കൂടെ വരുന്ന ചെടിയാണ്. 2 കളറിൽ ഫ്ലവർ വരുന്ന ഒരു ചെടിയാണിത്. കണ്ടില്ലേ, ഇതും വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. പിങ്ക് ഫ്ലവർ വിടർന്ന് വരുന്നേ ഉള്ളൂ. ഇനി കാണാൻ പോകുന്ന ചെടിയിലും നമുക്ക് ഫ്ലവർ ഇല്ലാത്ത തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
സെയിം പ്ലാന്റിന് വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. വിലയും കാര്യമൊക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.